ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല മഴയൊക്കെ കണ്ടിട്ട്. മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞു, ഒത്തിരി നല്ല ഉഷാറ് മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു തോന്നൽ, എന്നാൽ പിന്നെ കുറച്ച് പഞ്ഞിമുട്ടായി കഴിച്ചാലോ. പക്ഷെ പഞ്ഞിമുട്ടായി എവിടെയും കിട്ടാനില്ല, കാരണം പഞ്ഞിമുട്ടായി വെക്കണ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ ബംഗാളിലാണല്ലോ, നാട്ടിൽ പോയല്ലോ അവരൊക്കെ. അപ്പോൾ പിന്നെ വേറെ നോർത്തിരി, ഇനിയിപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കിയല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? പഞ്ഞിമുട്ടായിയാണ്, താടിമുട്ടായി എന്നൊക്കെ പറയും ചിലവർ. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഇതുപോലെ ഒരു മോട്ടറാണ്. ഇതിപ്പോൾ DC മോട്ടറാണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടർ ഇനിയിപ്പോൾ ഇതെൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിത് എടുക്കണം. നിങ്ങളുടെ ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോട്ടർ പഴയ മോട്ടർക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ കേട് വന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോട്ടറൊക്കെ എടുക്കാം. പക്ഷേ ഇതിൻ്റെ അത്ര ഉണ്ടാവില്ല, കുറച്ച് ചെറുതായിരിക്കും. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ, കാരണം നല്ല സ്പീഡ് ഉണ്ടാവും, നല്ല RPM ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്, നോക്കി വെച്ചോളൂ. അതേപോലെ ഒരു ക്യാന്, ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ഇത് ഞാൻ മിറണ്ടയുടെ ഒരു ക്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിവൈഡർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി കൊടുത്തു ചുറ്റും. കണ്ടോ, ഇവിടെ ചുറ്റും ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ ബാക്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ്. ഇതെന്തിനാണ് നമ്മൾ ബാക്കിൽ ഹോൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇത് ഇതിലൂടെ കടത്തി വിടാനാണ്. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ തിരിയും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കി ഇത് സെറ്റ് ചെയ്യണം. നമുക്ക് ഒരു ബോക്സില്ല ചെയ്യാൻ പോകണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന മോട്ടർ. ഇത് 5000 RPM മോട്ടറാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇത് കണ്ടില്ലേ, 2 കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്, 2 ഇതുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് ഇതാണ് നമ്മുടെ സ്വിച്ച്. ഈ സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഫസ്റ്റ് ഈ കണക്ടർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ വയർ നമ്മൾ കണക്ട് ചെയ്തു ഒരു സൈഡ്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ടറാണ്. ഒരു കണക്റ്റിംഗ് വയർ എടുത്തു സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അതിനെ നമ്മൾ ഈ സൈഡിലോട്ട് കൂടെ ഈ ടെർമിനലിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കണക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് സ്വിച്ചിലോട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്വിച്ച് തൽക്കാലം മാറ്റി വെച്ചിട്ട് 2 9V ബാറ്ററി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കണക്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കണക്റ്റേഴ്സ് ബാറ്ററിയിലോട്ട് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റെഡ് വയറും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഈ ബ്ലാക്ക് വയറും തമ്മിൽ കണക്ട് ചെയ്യാൻ പോകുന്നു. ഇതുപോലെ ഞാൻ ഇൻസുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഈ റെഡും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരറ്റം ഫ്രീ ആയി കിടക്കുന്നുണ്ട്. ഈ അറ്റത്തിലോട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് ഓണിലാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കണക്ഷൻ റെഡിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓടുണ്ടോന്ന്. ഇതാണ് നമ്മുടെ മോട്ടർ, കണ്ടില്ലേ? അപ്പം ഇതിലേക്ക് നമ്മൾ തൽക്കാലം ഇങ്ങനൊരു കോപ്പർ വയർ ഇട്ടിട്ടുണ്ട്. അത് തിരിയുണ്ടോയെന്നൊന്ന് അറിയാനാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കാം. കണ്ടോ, തിരിയുണ്ട് സാധനം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ബോക്സിലോട്ട് ഫിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത്ര വലുപ്പമുള്ളൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബോക്സിൻ്റെ ഏകദേശം ഈ സൈഡിലായിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലോട്ടാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ സ്വിച്ച് വരാൻ പോണത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഓൺ ഓഫ് ആക്കാനുള്ള പോലെ ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിലോട്ട് ആദ്യം സ്വിച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി കണക്ഷൻസ് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ സെയിം ആയിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സ്വിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മോട്ടർ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഉള്ളിൽ സർക്യൂട്ടൊക്കെ അതേപോലെ തന്നെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മോട്ടർ. പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ MC എടുത്തത്. MC കുറച്ച് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് മോട്ടറിൻ്റെ. എന്നിട്ട് ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാനിൽ നമ്മൾ ഓട്ട ഉണ്ടാക്കി വെച്ചില്ല, അതാണ്. അപ്പം അതിനെ ഞാൻ ഇതിലോട്ട് പതുക്കി ഇങ്ങനെ ഇറക്കി
എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചുകൂടെ MCL എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റായിട്ടിരിക്കാനാണ്. ഇതിങ്ങനെ ചുറ്റുമ്പോൾ അത് വിട്ട് വരാതിരിക്കാനാണ് നമ്മൾ MCL തേച്ച് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് സെറ്റാവട്ടെ. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മോട്ടർ കറക്റ്റ് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ നടുവിലോട്ട് ഒട്ടിച്ച് വയ്ക്കാൻ പോകുന്നു. അത് എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് തെർമോക്കോൾ 2 സൈഡ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അത് നമുക്ക് ഇത് ഒട്ടിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. അതേപോലെ ഇവിടെയാണ് നമ്മൾ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് തനിയെ വർക്കായിക്കോളും. അപ്പോൾ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഉണ്ടാക്കുന്നത് പഞ്ചസാര പാവാണ്. പഞ്ചസാര പാവ് ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തു. ഇനി ഇതുണ്ടല്ലേ, ഞാൻ ഇത്രയ്ക്ക് പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്ര വെള്ളം ലേശം ഒഴിച്ചാൽ മതി. ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല പാവ് പോലെ ആവണം. നല്ല പഞ്ചസാര പാവായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ട് കണ്ടില്ലേ, ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കളർ ആഡ് ചെയ്യണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മോട്ടർ ഓണാക്കിയിട്ട് ഇതിലോട്ട് പതുക്കെ ഒഴിച്ചോട് നോക്കാം. ഓണായിട്ടുണ്ട്, തിരിയാനുണ്ടോ? ഇനി നമ്മൾ പതുക്കെ ഇതിലോട്ട് നമുക്കിത് പതുക്കെ പൊക്കി പിടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലെ ഇത് ചിലപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഹോൾസ് ഒക്കെ ചിലപ്പോൾ ഓട്ട അടയും. അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എത്രത്തോളം ഒഴിക്കണോ അത്രത്തോളം നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ഗൈസ്, അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി പഞ്ഞിമുട്ടായി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ കളർ വന്നത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ആ ക്യാൻ എടുത്തത് രണ്ടാമത് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ക്യാന്. കാരണം നമ്മൾ ഫസ്റ്റ് ക്യാനിൽ ചെയ്തപ്പോൾ അത് കൂടുതലും വേസ്റ്റായി പോയിരുന്നു, പുറത്തേക്ക് വെള്ളമായിട്ട് തന്നെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ചെറിയ തിന്നായിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. തിന്നായിട്ടുള്ള ക്യാപ്പ് വെച്ചിട്ട് ക്യാനിന് വരെ അപ്പോൾ കുറച്ചും കൂടെ നന്നായി കിട്ടുന്നുണ്ട്. മറ്റേലും വരുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ക്യാപ്പ് വയ്ക്കുമ്പോഴാണ് കുറച്ച് ഇതുപോലെ നന്നായിട്ട് കുറച്ചും കൂടെ ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് തുതരെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റ.